ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. മത്സരം ടൈല് ഹെഡ് ഫസ്റ്റ് വൺ. എന്തടാ വിഷമാടാ? ഒന്നുമില്ലടാ. സങ്കടപ്പെട്ടോടാ നീ? എന്തിന്? നെഞ്ചിന്റെ ഇവിടെ ഒരു കുളത്തിയോലി ഇല്ല. എന്നാ ഞാൻ വലിയ കിഴികൾ ഇങ്ങനെ തരുമ്പോൾ നിനക്ക് മാറിക്കോളും. അത് ശരി. ഫസ്റ്റ് വൺ പൊന്മാൻ. ഓക്കെ. പൊന്നിന്റെ കിഴിയാണ് എടുത്തിരിക്കുന്നത്. പൊന്മാൻ സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ സജിൻ ഗോപുവിന്റെ പോസ്റ്ററാണ്. ബേസിൽ ജോസഫ് ആണ് നായകൻ. ഓക്കെ. എന്തായാലും പോസ്റ്റർ ജ്യോതിഷ് ശങ്കർ ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഓക്കേടാ. അടുത്തത് ഇനി വെള്ളിയിലൊന്നും കളിയില്ല കേട്ടോ. പൊന്നിന്റെ മുകളിൽ വരണം. വെള്ളിയിലല്ലേ കളിയില്ലാത്തുള്ളൂ? വെള്ളിയിലേ കളിയില്ലാത്തുള്ളൂ. ചെമ്പിലും കളിയില്ല. ശനിയിൽ കളിക്കാൻ പറ്റുമല്ലോ. ശനി കളിച്ചോ? ശരിപ്പോത് ശനിവാരം. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ്. 2 മണിക്കൂറും 50 മിനിറ്റുമാണ് ഡ്യൂറേഷൻ. അടിപൊളി. അത്യാവശ്യം നല്ല ഓണുണ്ട്. എന്തായാലും ഓഗസ്റ്റ് 29 റിലീസിനെത്തുന്നത് കേട്ടോ. അടുത്ത കിഴി പണി. പണി വരുന്നുണ്ട്. പണി സിനിമ വരുന്നുണ്ട്. എന്നാണെന്നറിയോ? ഒക്ടോബർ 31 പ്ലാൻ ചെയ്യുന്നു. കൊള്ളാം. അതായത് നമ്മുടെ ലക്കി ഭാസ്കറിന്റെ കൂടെ അല്ലേ? ഒക്ടോബർ 31 വേറെ സിനിമ ഉണ്ടല്ലോ. വലിയ സിനിമ ഉണ്ട്. ലക്കി ഭാസ്കറിന്റെ കൂടെ തന്നെ വലിയൊരു സിനിമ. വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോ പണിയെടുപ്പിക്കണ പട്ടി. വേറെ വല്ലതും ആലോചിച്ചുകൊണ്ട് പോകേണ്ട സമയത്താണ് അവനെ ഞാനത് വിട്ട്. തലവൻ സിനിമയുടെ OTT റിലീസ് സെപ്റ്റംബർ 10 സോണി ലിവിൽ. അതായത് നമ്മുടെ ആസിഫ് അലിയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഉണ്ടാക്കി കളക്ഷൻ നേടിയ സിനിമയല്ലേ? അതെ. ഓക്കെ. അടുത്തത് അടിപൊളിയാ, ഗെയിം ചേഞ്ചർ. ശങ്കറിന് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ഇനി ഗെയിം ചേഞ്ചറിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് ഉത്തരം കിട്ടും. എന്തായാലും പേരിന്റെ അർത്ഥം പോലെ തന്നെ ഗെയിം ചേഞ്ചർ ആകുമോ അല്ലേ? ആവട്ടെ. സത്യം പറഞ്ഞാൽ ഉള്ള പ്രതീക്ഷ വീണ്ടും താഴേക്കാണ്. ആകെ ഇപ്പം നമ്മൾ കുറച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റോറി നമ്മുടെ കാർത്തിക് സുബരാജാണ്. ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഗെയിം ചേഞ്ചറിൽ. പക്ഷേ സ്ക്രിപ്റ്റ് ആരാ? ശങ്കർ തന്നെയാണ്. എന്തായാലും സിനിമ റീഷൂട്ടിന് പോകാൻ പോകുക എന്നുള്ളതാണ്. കുറച്ച് ഡേറ്റ് കൂടി ചോദിച്ചിട്ടുണ്ട് രാംചരനോട്. കുറച്ചുകൂടെ തരുമോ? ചെറിയൊരു മാറ്റം ഫുള്ള് കളയേണ്ടി വരും. അതെ. കാരണം എന്താ, ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇന്ത്യൻ 2 പരിപാടിയൊന്നും ഇനി നടക്കൂലെന്ന്. കോടികൾ മുടക്കും. എന്തിനാ? പാട്ടിന്. നല്ല കാര്യം ഉണ്ടാവോ? എന്ത് കാര്യം? അടുത്തത് ഗോട്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സിനിമയുടെ ഹിന്ദി വേർഷൻ ഓവർസീസിൽ പ്ലാനിങ് ഇല്ല എന്നാട്ടോ കേട്ടത്. ശരിക്കും ഓവർസീസിൽ പോകുമ്പോൾ ഹിന്ദി വേർഷനാണ് കൂടുതൽ പോകേണ്ടത്. കാരണം അവിടെ ഹിന്ദി കൂടുതലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. അതൊരു മോശത്തരമായിരിക്കും. ഓക്കെ പോട്ടെ, സാരില്ല. വിട്. RC-16 കുറിച്ച് നമ്മുടെ രാംചരൻ പറഞ്ഞത്, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാട്ടോ. ആള് ഇതിനു മുൻപ് ചെയ്ത ചില സിനിമകളിൽ കോമഡി എത്ര വന്നിട്ടുണ്ടോ അതിനേക്കാളും ഭീകരമായിട്ടുള്ള കോമഡി ഈ സിനിമയിൽ ഉണ്ടാവുന്നതാണ്. RC-16 നമ്മളൊന്നും കൂടുതൽ പറയുന്നില്ല. കൂടുതൽ പറയാനൊന്നുമില്ല. അതെ. ബുച്ചി ബാബു സന ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഡയറക്റ്റ് ചെയ്യട്ടെ. സൂര്യ 44. അത് ശരി. കാർത്തിക് സുബരാജ് പടം. സിനിമയുടെ കേരളത്തിലെ ലൊക്കേഷനിൽ സൂര്യ, അതായത് തൊടുപുഴയാണ് ലൊക്കേഷൻ. സൂര്യ 25-ഉം 26-നും, അതായത് ഓഗസ്റ്റ് 25-26 എത്തും. 2 ദിവസത്തെ ആളുടെ ഷൂട്ട് കഴിഞ്ഞ ആള് തിരിച്ചു ചെന്നൈ. പൊളിച്ചു. അടുത്ത SSMB 29. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. SS രാജമൗലി സംവിധാനം ചെയ്ത് നമ്മുടെ മഹേഷ് ബാബു നായകനാവുന്ന സിനിമയാണ്. സിനിമയിലിപ്പോൾ മഹേഷ് ബാബുവിനെ ആരും പറഞ്ഞു കേൾക്കുന്നില്ല. പൃഥ്വിരാജുണ്ട്, മോഹൻലാലുണ്ട്, വിക്രമുണ്ട്, ദീപിക പദുക്കോൺ, ആലിയ ഭട്ട്, പിന്നെ ഒരു ഇംഗ്ലീഷ് താരം ഉണ്ടല്ലോ, ആളുടെ പേര് പെട്ടെന്ന് പറഞ്ഞല്ലോ, പേര് ഓർമ്മയില്ല. ഇനിയുണ്ട്, വേറെ ഇഷ്ടം പോലെ ആൾക്കാർ. നാഗാർജുന. മൊത്തം സൗത്ത് ഇന്ത്യൻ സ്റ്റാർസും ഉണ്ട്.
സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും എല്ലാം ഉണ്ട്. എന്തായാലും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന റൂമേഴ്സാണ്, എന്താണ് എന്നുള്ളത് അറിഞ്ഞൂടാ കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ SS രാജമൗലി ആദ്യം പറഞ്ഞു ലാലേട്ടനെ പോലെ ഒരു മികച്ച നടന്റെ കൂടെ ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ആദ്യം പറഞ്ഞല്ലോ, കുറച്ച് മുന്നേ പറഞ്ഞതാ. ബാഹുബലിക്ക് മുന്നേ. അപ്പം ഇനി വരാൻ പോകുന്ന സിനിമയിൽ നേരെ ലാലേട്ടനെ എടുത്തിട്ടു. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ വിക്രം പറഞ്ഞായിരുന്നു SS രാജമൗലിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഒരു സിനിമ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം വിക്രത്തിനെ എടുത്തിട്ടു. അങ്ങനെയാണ് ഇതൊക്കെ എല്ലാരും വന്നോണ്ടിരിക്കുന്നത്. പൃഥ്വിരാജിനെ പിന്നെ അതിന് മുന്നേ എടുത്തിട്ടതാ. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇത് വല്ലതും നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ചിലപ്പോ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയ ഒരാളുണ്ട്, ഹൃതിക് റോഷൻ. എന്താ കാരണം അറിയോ? എനിക്ക് തോന്നുന്നത് ആളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഹൃതിക് റോഷൻ ഒന്നുമല്ല പ്രഭാസിന്റെ മുമ്പിൽ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രഭാസിനെ നീ കൊണ്ടുവരും? അതല്ല, സംഭവത്തിലുള്ളൂ, ഡേറ്റ് കൊടുത്തിട്ടില്ല, ദേഷ്യം വന്നതാണ്, അതുകൊണ്ടാണ്. അല്ലാതെ കലിപ്പ് തീർത്തതാണ്. പ്രഭാസ് ഹൃതിക് റോഷൻ എവിടെ കിടക്കുന്ന കഴിവ്. പിന്നെ ആക്ടിങ്ങിന്റെ ലെവൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓക്കെ, പക്ഷെ ആക്ടിങ്ങിന്റെ ഇത് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൃതിക് റോഷൻ എവിടെ നിൽക്കുന്നു, പ്രഭാസ് എവിടെ നിൽക്കുന്നു. ഹൃതിക് റോഷനെ തൊട്ട് കളിച്ച ആരാണെങ്കിലും അത് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്, ഉള്ള കാര്യം പറഞ്ഞേക്കാം. നമുക്ക് പ്രഭാസിനെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. അതെ, പ്രഭാസിനെ നമുക്ക് ആ പ്രഭാസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ഇഷ്ടമാണ്. ആളുടെ വേറെ രീതിയിലുള്ള എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? സ്ഥിരം പരിപാടി ആൾക്കൊരു സംഭവം ഉണ്ട്, ആ സംഭവം വിട്ടോളൂ. അടുത്തത് റോഷനെ ഏത് രീതിയിലും കൊണ്ടുവരാം. പിന്നെ കോമഡി, ഇനി ഫൈറ്റ് ആണെങ്കിൽ ഫൈറ്റ്, ഇനി പക്ക ഒരു ഡാൻസ് പരിപാടി അതാണെങ്കിൽ അതും, ഇനി സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിക്കോട്ടെ അത് ചെയ്യും, അത്രേ ഉള്ളൂ, എല്ലാം ചെയ്യും. അടുത്തത് മിറൈ. തേജ സജ്ജദ് നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ആളുടെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ. നല്ല പോസ്റ്റർ കേട്ടോ, കൊള്ളാം. ഫുള്ള് ഫിക്ഷൻ പരിപാടിയിലല്ലേ ആള്. ഓക്കെ, അടുത്ത കിഴി ഹനുമാൻ 2 എന്നാണ് അവലെ, അതറിയില്ല കേട്ടോ. ഹനുമാൻ നല്ല പടമായിരുന്നു, അത് നല്ല രസമുള്ളൊരു പടമായിരുന്നു. അടുത്തത് സർസമീൻ, കാജോൾ, പൃഥ്വിരാജ്, സുകുമാരൻ. ഈ സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഒക്ടോബറിലേക്കാണ് കേട്ടോ. കേട്ട് വന്നിട്ടില്ല. ഖയോസ് ഇറാനി അല്ലേ? ഖയോസ് ഇറാനിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഡിബറ്റൻ്റ് ആണ്. എനിക്കിപ്പോ ബോളിവുഡിനെ കുറിച്ച് പറയാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. അയ്യോ, ഞാൻ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ വില്ലൻ നമ്മുടെ പൃഥ്വിരാജ് എന്ന കഥാപാത്രമായിരിക്കും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. ഏതറിയോ? ബഡേ മിയാൻ ചോട്ടെ മിയാൻ. ഏറ്റവും വലിയ കോമഡി വില്ലനായി മാറി. വില്ലനായ പോരെ, ഏറ്റവും വലുതായ പോരെ. വലുതാണ്, ഏറ്റവും വലിയ ഡിസാസ്റ്റർ സിനിമയുടെ വില്ലൻ, അത്രേ ഉള്ളൂ. എന്നാണെങ്കിൽ ടോക്സിക് സിനിമയുടെ ബാംഗ്ലൂർ ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നയൻതാര ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. നമ്മുടെ ഗീതു മോഹൻദാസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി ഘോര സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ആള് സിനിമ ചെയ്യുമ്പോൾ എല്ലാത്തിലും പുരുഷ മേധാവി. അത് അടിച്ച് ആത്തുന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പുരുഷന് അതെ, വന്ന സിനിമകളിലൊന്നും അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അടുത്ത ബ്രഹ്മയുഗം. ദൈവമേ, ഇത് പറഞ്ഞല്ലോ, പേര് പറഞ്ഞാലാണ് പണി കിട്ടുന്നത് കേട്ടോ. പേര് പോലും ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്, അതായത് അനുമതി ഇല്ലാതെ. അതിനൊറ്റ കാര്യം പറഞ്ഞാൽ മതി, കലിയുഗത്തിന്റെ അപഭ്രംശം എന്താണ്? ആ സാധനം എന്ന് പറഞ്ഞാൽ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശത്തിന്റെ മറ്റൊരു സാധനം, അതാണ് ഈ കിഴി. ഈ കിഴിയെ കുറിച്ച് പറയാനുള്ളത്, ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് പക്ക കോപ്പിറൈറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി അത് ആരെങ്കിലും ആ പേര് ഉച്ചരിച്ചാൽ, അതായത് സ്കിറ്റായിട്ടോ അങ്ങനെ ഇങ്ങനെയോ ആ രൂപത്തിലോ വന്നാൽ, അത് കയ്യിലിരിപ്പിന്റെ ഒരാളാ സാധനം എടുത്തിട്ട് കാണിച്ചത് എല്ലാരും കണ്ടല്ലായിരുന്നോ? നശിപ്പിച്ചിട്ട് അങ്ങോട്ട് എന്നിട്ടൊരു ചിരിയും. സഞ്ജുട്ടയ്ക്ക് എല്ലാവർക്കും പണി കൊടുത്തു. എങ്ങനെ? അതായത് ഈ MVD കുറച്ചും കൂടി കൂടുതൽ ഇത് നിരീക്ഷണങ്ങൾ തുടങ്ങിയത് എന്താ കാരണം? ആളാണ് സഞ്ജുട്ടയ്ക്ക. അതുപോലെ തന്നെയാണ് ഇത്. സത്യം, നല്ല രീതിയിൽ എത്രയോ സ്കിറ്റുകൾ പോകുമായിരുന്നു. ഇത്
വേസ്റ്റ് ആക്കി കളഞ്ഞ അതിലെങ്ങാനും തൊട്ട അതിന്റെ വിവരം അറിയും. കാരണം അത്ര ഭീകരമായിട്ടുള്ള ഒരു സിനിമേനെ കൊണ്ടുപോയിട്ട് സ്കിറ്റ് ചെയ്തോട്ടെ, ചെയ്യണ്ടെന്നല്ല, കുറച്ചെങ്കിലും ഒരു മമ്മൂട്ടിക്ക് തന്നെ വെറുത്തിട്ടുണ്ടായിരുന്നു. എന്താ ഇവൻ ചെയ്യുന്നതെന്ന് ഓർത്ത് പോയിട്ട് സത്യം. അടുത്തത് ഇടാമുയർച്ചി. സിനിമയുടെ റിലീസ് ഒക്ടോബറിലൊന്നും ഉണ്ടാവൂല, 2024 ഉണ്ടാവൂല, 2025 പൊങ്കൽ, അതായത് ജനുവരി 11-12 കണ്ടാണ് പൊങ്കൽ വരുന്നത്. ആ ടൈമിലായിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഇപ്പം മറ്റവർക്ക് സുഖമായിട്ട് 31 വെക്കായിരുന്നു കേട്ടോ, അല്ലേ? ഒന്നും പറയാനില്ല എനിക്ക്. എന്താ ചിദംബരം നാനി മൂവി. ആഹാ, കൊള്ളാലോ. നാനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, അതായത് ചിദംബരമായിട്ട് ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അജയന്റെ 2ാം മോഷണം, ARM സിനിമയുടെ ട്രെയിലർ. ഇത് വേറെ ലെവൽ ട്രെയിലർ ആണെന്നുള്ളതാണ് അറിഞ്ഞോ. ഐറ്റം സാധനമായിരിക്കും. സിനിമ ഓണത്തിന് റിലീസാണ്. സിനിമേന്റെ കുറിച്ച് പറയുന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നത്, മുംബൈയിലായിട്ട് ഇന്നലെ എന്തോ ഷോയോ എന്തോ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ വന്ന റിപ്പോർട്ടുകൾ ഒരു രക്ഷയില്ല എന്നുള്ളതാട്ടോ. പോസിറ്റീവാണ്. അത് മലയാളത്തിലെ മികച്ച കളക്ഷൻ നേടുന്ന ഒരു സിനിമയായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പത്തെ ഒരു സാഹചര്യം വെച്ച് മലയാള സിനിമയ്ക്ക് മറ്റേ എന്താ പറയാ, ശനിദശയാണ്. എന്തൊക്കെയോ ഓരോ സമയത്ത് ഓരോന്നാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രേക്ഷകർക്ക് ഈ സിനിമയോടുള്ള താല്പര്യമല്ലേ, അത് ഈ ഒറ്റ കാരണം കൊണ്ട് കുറഞ്ഞു പോകും. അതിപ്പോ തന്നെ നമുക്കറിയാം. അതായത് മലയാള സിനിമയോടാണ് എല്ലാവർക്കും വെറുപ്പ്. ഇതുവരെ അല്ലെങ്കിൽ ഈ ഒരു സമയം, ഈ 2024 എനിക്ക് തോന്നുന്നു മലയാള സിനിമ നല്ല കുതിച്ചു കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് 2023 അങ്ങനെ തന്നെയായിരുന്നു. ആ സമയത്താണ് ശരിക്കും തലമണ്ടയ്ക്ക് അടികിട്ടിയ പോലെ ഇപ്പൊ ഈ സംഭവം. ഇതിൽ നിന്നൊരു കരകയറ്റം ഇത് കുറച്ച് പണിയെടുക്കേണ്ടി. പണ്ട് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് കോഴ വിവാദത്തിൽ അന്നുള്ള അതേ അവസ്ഥയാണ് സത്യം. പക്ഷെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അന്ന് കോഴ വിവാദമായിരുന്നു, അത് പിന്നെയും കുഴപ്പമില്ല. ഇത് കുറച്ച് കൂടിയ ഐറ്റായി, അത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം അത് ഇന്നലത്തെ റിലീസിൽ അറിയാൻ പറ്റുന്നു സിനിമയോടുള്ള. ഇനി ഏത് സിനിമയാണെങ്കിലും ഒരുപാട് ജനങ്ങൾ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു ടൈമായിരുന്നു. അതങ്ങ് ഒറ്റയടിക്ക് കുറഞ്ഞതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്താണെങ്കിലും മാറി വരട്ടെ. അപ്പം എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. കുറ്റവാളികളൊക്കെ ശിക്ഷിക്കപ്പെടട്ടെ തീർച്ചയായിട്ടും.